പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഞാൻ മറീന, ഇത് അന്തോണി, മത്തായി, അഭിലാഷ്. ഞങ്ങൾ ഫാമിലിയായിട്ട് സ്വിറ്റ്സർലൻഡിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വരുന്നതിന് കാരണം എൻ്റെ മമ്മി കൃപാസനത്തിൽ വരാറുണ്ട്. അപ്പം കൃപാസനത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയും, ഇവിടെ ഒത്തിരി അത്ഭുതം നടക്കുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി ധ്യാനകേന്ദ്രം ഉണ്ടല്ലോ, അതുപോലൊരു ധ്യാനകേന്ദ്രമാണല്ലേ എന്ന് ചോദിച്ചു മമ്മിയോട്. പക്ഷേ നാട്ടിൽ 2024 എൻ്റെ അനിയൻ്റെ കല്യാണത്തിനാണ് നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് പറഞ്ഞു, നമുക്കൊന്ന് കൃപാസനത്തിൽ പോവാം, എനിക്ക് കുറേ തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, അപ്പം നടക്കുമെന്നൊന്ന് നോക്കാം, എല്ലാവരും പോണതല്ലേ എന്ന് വിചാരിച്ച്
ഞാനിവിടെ വന്നു. അപ്പം ഞങ്ങൾ പോകുന്നതിന് 2 ദിവസം മുമ്പാണ് ഞാനിവിടെ വരുന്നത്. 6 നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഞാൻ ചോദിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായിട്ടാണ് നാട്ടിൽ പഠിച്ചത്. ഞാൻ ഫാർമസിയാണ്. പിന്നീട് ഞാൻ UK ഫാർമക്കോളജി പഠിച്ചു. അപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോൾ എൻ്റെ വിചാരം ചെല്ലുമ്പോൾ തന്നെ ജോലി കിട്ടും, എന്ത് പാട്, ജോലിക്കൊന്നും ഒരു പാടില്ലല്ലോ, അത്രയും പഠിച്ചതല്ലേ. 6 വർഷം ഞാൻ നോക്കിയിരുന്നു. ഒരു ആഴ്ച ഒരു 20 ആപ്ലിക്കേഷനൊക്കെ വെച്ച് അയക്കും, കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ വരുമ്പം അവിടെ നമുക്ക് സെയിം സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ ഇതാവാൻ വേണ്ടി ഹാഗർ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യണം. അപ്പോൾ അത് എന്നതാണെന്ന് ഞാൻ എല്ലാവരോടും ചോദിച്ചു, ആർക്കും അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വർഷം ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഞങ്ങൾ പല ഓഫീസുകളിൽ കയറി ചോദിച്ചു. അവർ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് ഇത് കിട്ടുക. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങളൊരു ഓഫീസിൽ കൊണ്ടുപോയി എൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലൈ ചെയ്യുക. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളുടെ തൊട്ട് പുറകിലൊരു കുട്ടി നിൽപ്പുണ്ട്. കുട്ടിയല്ല, ചെറിയ കുട്ടിയല്ല, ഒരു UN വർക്ക് ചെയ്യുന്ന ഒരു കൊച്ച്. അപ്പം അയാൾ ഞങ്ങളോട് ചുമ്മാ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം ഞങ്ങളോട് എവിടെ നിന്നാണ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പ്രൈവസി എടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ കയറി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളോട് ഇത്രയും സംസാരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ കൊച്ചിൻ്റെ അടുത്ത് നിന്ന് മാറി പോവുക. ഈ കൊച്ച് ഞങ്ങളുടെ പുറകെ വരിക. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ കൊച്ച് ഞങ്ങളുടെ പുറകെ വന്നിട്ട് ഈ കൊച്ച് ഞങ്ങളോട് പറഞ്ഞു, അവൻ്റെ ഒരു പേപ്പർ വർക്ക് ഹാഗർ അപ്പോസ്റ്റൽ ചെയ്തു, ആ വണ്ടി ചെന്നൈയിലോ എവിടെയെങ്ങാണ്ട് പിടിച്ചിട്ടേക്കുവാണ്. അപ്പം ഞാനും ഹസ്ബൻഡ് ഇതിനെ എന്ത് ചെയ്യും, ഇത് എവിടെ ചോദിക്കും, ഞാൻ കൊടുത്ത പേപ്പർ വർക്കുകൾ ശരിയാവുമോ, മാസങ്ങളെടുക്കും, നമുക്കൊരു ജോലിയുടെ ആവശ്യമല്ലേ, ശരിയാവില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കൊച്ച് ഞാൻ ചോദിക്കാതെ ഞാൻ പറയാതെ എൻ്റെ ഒരു കാര്യം അറിയത്തില്ല. പക്ഷേ ഈ കൊച്ച് എന്നോട് ഹാഗർ അപ്പോസ്റ്റൽ ഇന്ന സ്ഥലത്താണ് ഞാൻ ചെയ്തത്, ഇന്ന് ഏജൻസി കൊടുത്തു, ഇത്ര സമയം എടുക്കുള്ളൂ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് തന്നു. അപ്പോൾ ആ കൊച്ച് പറഞ്ഞതുപോലെ തന്നെ ഞാൻ എൻ്റെ പേപ്പേഴ്സ് അതിനുശേഷം എനിക്ക് ആ കൊച്ചുമായിട്ട് കോൺടാക്റ്റ് ഇല്ല. ഇപ്പോൾ എൻ്റെ മനസ്സിലും ഞാൻ ആഗ്രഹിച്ചതും ചിന്തിച്ചതും കാര്യങ്ങൾ ഇങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ടെൻഷൻ അനുസരിച്ച സമയത്ത് പറഞ്ഞു തന്നു. അതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു വലിയൊരു സാക്ഷി എനിക്ക് മാതാവിൻ്റെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എൻ്റെ മോനെക്കുറിച്ചാണ്. ഇവൻ മത്തായിക്ക് 3.5 വയസ്സായി. അവൻ മമ്മി പപ്പി എല്ലാം പറയും, പക്ഷേ അവൻ്റെ ഒത്തിരി വർത്തമാനമൊന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഒരു തവണ ഞങ്ങൾ പുറത്ത് പോയി തിരിച്ചു വന്നിട്ട് കൊച്ചു വണ്ടിയിലിരുന്നിങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് കരയോ. അപ്പം ഞങ്ങൾ വെച്ച് വഴക്കുണ്ടാക്കി കൊച്ചിനോട്, നിനക്ക് എന്നാ വേണ്ടേ, ഞങ്ങൾക്കറിയാം. ഞങ്ങളെല്ലാം എടുത്തു കൊടുത്തു, എല്ലാ സാധനങ്ങളും ഞങ്ങൾ എടുത്തു കൊടുത്തു. വീട് തുറന്ന് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ കൊച്ചു ഓടി ചെന്ന് ഒരു കുപ്പി വെള്ളം എടുത്ത് കുടിച്ചു. അവൻ വെള്ളം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, വാസർ എന്ന് അവിടെ പറയാം. അപ്പോൾ വെള്ളം, എൻ്റെ മോന് വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ മോന് വെള്ളം കൊടുക്കാൻ പറ്റിയില്ല. എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചത്, എൻ്റെ മോൻ ഭക്ഷണം ചോദിക്കുന്നതൊക്കെ എനിക്കൊന്ന് മനസ്സിലാവണം, കാരണം അവൻ ദാഹിച്ചിരിക്കരുത്, എനിക്ക് അവന് വെള്ളം കൊടുക്കാനെങ്കിലും പറ്റണേ മാതാവേ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങളുടെ കൂടെ ഇവിടുന്ന് അന്ന് ഞാൻ 2024 ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ പോയി ഒരു ചായ കുടിച്ച് ഒരു കേക്ക് കഷ്ണം ഇവൻ തിന്നു. അതിനുശേഷം ഇവൻ വായടച്ചിട്ടില്ല, വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ പുള്ളി നിർത്തില്ലാത്ത പോലെ എൻ്റെ മോനിപ്പോൾ വർത്താനം പറയും. അതാണ് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം. മൂന്നാമത് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടിയുടെ തൈലവും ഇതെല്ലാം കൊണ്ടുപോകില്ല. അപ്പം എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുമ്പോഴും ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴും ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാതെ. ഒത്തിരി പ്രാർത്ഥിക്കില്ല, പക്ഷേ ഈ ഉടമ്പടി തൈലം ചെയ്യുമ്പോൾ നെറ്റിയിൽ കുരിശ് വരയ്ക്കുമ്പോൾ അന്ന് ഞങ്ങൾ സേഫാണ്, പ്രൊട്ടക്റ്റഡ് ആണ്, ഞങ്ങൾക്ക് ഒരു ആപത്തും വരില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്യാൻ പറ്റാറില്ല, പക്ഷേ ഇത് ചെയ്യും. അപ്പം ഞങ്ങൾ ഒരു ദിവസം കുറച്ച് നാളായി സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇന്ന് എന്തായാലും നമുക്ക് കുരിശ് വരയ്ക്കാം എല്ലാവർക്കും കൂടി ഇരുന്നെന്ന് പറഞ്ഞ് കുരിശ് വരച്ചു ഇവിടെ പോരുന്നതിന് മുമ്പ്. അപ്പോൾ കുരിശ് വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലോർത്തു, ഈ തവണ കൃപാസനത്തിൽ പോകണം, ഉടമ്പടി തൈലം കിട്ടണം. ഉടമ്പടി തൈലം കിട്ടുമ്പം കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു വർഷം എനിക്ക് ഇനി പോകണമല്ലോ, അടുത്ത വർഷമല്ലേ ഞാൻ വരുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി തൈലം ഇരുന്ന രൂപത്തിൻ്റെ അങ്ങോട്ട് നോക്കുമ്പോൾ ഉടമ്പടി തൈലത്തിൻ്റെ കുപ്പിയുടെ
തൈലം മുകളിൽ വരെ എത്തി നിന്നു. ഒരു ഫെബ്രുവരിയിൽ നമ്മൾ എടുത്ത അല്പം ഫെബ്രുവരി ആകുമ്പോൾ തീരും. കാരണം ഞങ്ങൾ 4 പേരും ഒരു രോഗം വരുമ്പോഴോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴോ എപ്പോഴും നമ്മൾ ഉടമ്പടി തൈലം തൊട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് നിറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എടുത്ത് നിറച്ചതാണോ? പിള്ളേരെന്തായാലും എത്തില്ല, അവർക്ക് നല്ല പൊക്കത്തിലാണ്. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത്രയും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ പാകത്തിനുള്ള ഒരു അർഹത എനിക്കില്ല. പക്ഷെ എന്തെങ്കിലും അവിടെയും ഞാൻ മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു. പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. മാതാവ് എന്ന ഒരു വ്യക്തി നമ്മൾ കാണുന്നില്ലെങ്കിലും എന്താ പറയുക, പ്രസൻസ് നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ കൂടെ നടന്ന് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്നത്. 4ാമത് ഞാൻ അവിടെ ചെന്നെനിക്ക് ജോലി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പം ജോലിക്ക് ഞാൻ വർഷങ്ങളായിട്ട് അപ്ലൈ ചെയ്യുന്നു. എന്താണ് കുഴപ്പം? ജോലി കിട്ടേണ്ടതല്ലേ? 20 ആപ്ലിക്കേഷനൊക്കെ ഞാൻ മാസം ആഴ്ചയിൽ 20 ആപ്ലിക്കേഷൻ വെച്ച് അയക്കണം. എന്തായാലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ചെന്ന് ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. 2 മാസത്തിനുള്ളിൽ എനിക്ക് അവിടെ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ ഇപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് 4ാമത്തെ സാക്ഷ്യം. 5ാമത് ഞങ്ങൾ ഇപ്പം ഉടമ്പടി എടുക്കുമ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഉടമ്പടി 2024 എടുത്ത് പോയതിന് ശേഷം എപ്പോഴും എനിക്ക് ഉടമ്പടി പുതുക്കണം. പുതുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച് പുതുക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു ഫോഴ്സ്, ഒരു അദൃശ്യമായൊരു ശക്തി നമ്മളിങ്ങനെ കൊണ്ട് നടക്കും. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ട് വരുവാണ്, ഉടനെ എനിക്കൊരു ബുദ്ധിമുട്ട് എത്തും. എനിക്ക് ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തേ പറ്റൂ. ആ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും, നമ്മൾ സോഷ്യലൈസ്ഡ് ആയിട്ട് പുറത്ത് ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ ആൾക്കാർ വൈൻ കുടിക്കും, അല്ലെങ്കിൽ പുറത്ത് പോകും, പാർട്ടി ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞങ്ങൾ വർഷങ്ങളായി ഇപ്പം 2024 മുതൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അതങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാറില്ല. ഞങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത പോലെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് വന്നെത്തും. ഞങ്ങൾക്ക് അസ്വസ്ഥതകൾ വരും ഞങ്ങളുടെ വീട്ടിൽ. അപ്പം ഞങ്ങൾ അങ്ങനെ അതുപോലെ ഞങ്ങൾ ചുറ്റും കൃപാസനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആൾക്കും അങ്ങനെ വലിയ വിശ്വാസം. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണമാണ് ഇതൊക്കെ പറയാനായിട്ട് എല്ലാവരോടും. ഇങ്ങനെ അത്ഭുതം നടന്നു എന്ന് മറ്റ് പുറത്ത് രാജ്യത്ത് നമ്മുടെ അത്രയും വിശ്വാസമുള്ളവരല്ല അവർക്ക് പള്ളി, അവരൊരു റിഫോർമേറ്റീവ് കിർഹ എന്ന് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഈശോയുടെ രൂപങ്ങളോ അങ്ങനെയൊന്നുമില്ല. അവരുടെ കഴിവിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരെന്നുള്ള രീതി. അപ്പം ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് പറയണ്ട, ഞാൻ മിണ്ടനില്ല, നാണക്കേടല്ലേ എങ്ങനെ പറയുക, ഇതൊക്കെ ഇവർ തമാശയാക്കില്ലേ എന്ന് ഓർക്കും. പക്ഷേ ഏതെങ്കിലും ഒരു മൊമെൻറ്റ് വരും ഞാൻ ഈ വിശ്വാസമില്ലാത്തവരുടെ അടുത്ത് പോയിട്ട് മാതാവിനെക്കുറിച്ച് പറയേണ്ടി വരും എനിക്ക്. അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലൊരു മാതാവുണ്ട്, ആ മാതാവ് തന്ന ജോലിയാണ്, ആ മാതാവ് ജയിപ്പിച്ച പരീക്ഷയാണ് എന്ന് ഞാൻ എപ്പോഴും പറയേണ്ട പോലെ അതാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. വിശ്വാസമില്ലാത്ത അവിടുത്തുകാരുടെ അടുത്ത് എനിക്ക് ഉണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുക, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുപോലെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പം ഇതുപോലെ ഞാനൊരു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ജർമ്മൻ. നമ്മൾ പല കോഴ്സിന് പോയി പരീക്ഷ പഠിച്ചു. അവരെഴുതേണ്ടേക്കാൾ ഒരു ഫോമാറ്റ് ഉണ്ട്, അതെല്ലാം കാണാതെ അതേപടി എഴുതും, പക്ഷെ പരീക്ഷയ്ക്ക് ജയിക്കത്തില്ല. അങ്ങനെ ജയിക്കാതെ വന്നപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കഴിവില്ല, ഇനി ഞാൻ പരീക്ഷ എഴുതുന്നില്ല. അപ്പോൾ 2024 ഇവിടെ വരുമ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വന്നു. അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് ഫെയിലായി വീണ്ടും. അപ്പം ഞാൻ ഇവിടെ വരുമ്പം പ്രാർത്ഥിച്ചു, ചുമ്മാ ഒന്ന് നിയോഗം എഴുതിയിട്ടേക്കാം, പരീക്ഷയ്ക്ക് പാസ്സാവണം, തോറ്റ പരീക്ഷയാണ് എന്നാലും ഞാൻ എഴുതിയിട്ടു പരീക്ഷയ്ക്ക് പാസ്സാവണം. ഇവിടെ വന്നു, ഞാൻ പോകുമ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു. ഞാൻ അവിടെ ഞങ്ങൾ അന്ന് എഴുതിയൊരു സെൻറ്ററുണ്ട്, ആ സെൻറ്ററിൽ എഴുതിയ എല്ലാ കുട്ടികളുടെയും റിസൾട്ട്സ് അവർ തിരിച്ചയക്കുവാണ്. കാരണം അവിടെ എഴുതിയ എല്ലാവർക്കും മാർക്ക് കുറവാണ്, അതുകൊണ്ട് അവർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പേപ്പേഴ്സ് എല്ലാം സെൻഡ് ചെയ്യുവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പേപ്പേഴ്സ് സെൻഡ് ചെയ്ത് ഞാൻ തിരിച്ച് ഷ്വൈറ്റ്സിലെത്തുമ്പോൾ എൻ്റെ റിസൾട്ട് ഞാൻ പാസ്സായിന്ന് എനിക്ക് റിസൾട്ട് കിട്ടി. ഒരിക്കലും നമ്മൾ തന്നെ പൈസ മുടക്കി പരീക്ഷ എഴുതി നമ്മൾ തന്നെയാണ് റിവാലുവേഷനൊക്കെ സാധാരണ കൊടുത്താലും കിട്ടത്തില്ലല്ലോ. ഇതും ഞാനൊന്നും ചെയ്തില്ല. ഞാൻ ഇവിടെ വന്ന് നിയോഗ പേപ്പറിൽ എൻ്റെ ഒരു 6 നിയോഗങ്ങൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു. അതും എനിക്ക് മാതാവ് സാധിച്ചു തന്നു. അതുപോലെ ഞങ്ങളിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റ്, നമ്മൾ റെൻറ്റിന് ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മൂവ് ചെയ്യണം. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് വേറൊരു സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് കുറച്ച് പാടാണ് അപ്പാർട്ട്മെൻറ്റ്സൊക്കെ കിട്ടാൻ. ഈ സമയത്ത്
ഞാൻ ട്രെയിനിൽ ജോലിക്ക് പോകും. അപ്പം ഞാൻ വീട് കിട്ടിയാൽ നല്ലതായിരുന്നല്ലോ. അപ്പം ഞാൻ വേഗം ഉടമ്പടി തീർന്നു. ഒരു ഉടമ്പടി അങ്ങ് എടുക്കാം, ഓൺലൈനിൽ ഒരു ഉടമ്പടി അങ്ങ് എടുത്തേക്കാം. അപ്പം ഞാൻ ഹസ്ബൻഡ് ജോലിയിലാണ് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഉടമ്പടി എടുക്കുകയാണ്, ഞാനൊരു വീട് അയച്ചു തരുന്നുണ്ട്, അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. ഹസ്ബൻഡ് വീടിന് അപ്ലൈ ചെയ്തു. 2 ഡേയ്സിനുള്ളിൽ നമുക്ക് ആ വീട്ടിൽ വിസിറ്റിങ്ങിന് ചെല്ലാൻ പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ വീട് ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പത്രം തന്നിട്ടുണ്ട്. അപ്പം ഞാനത് പത്രം എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട്, അറിയാവുന്നവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദിയോട് കൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഈശോ മാതാവേ താങ്ക് യു. ഈശോ മാതാവേ താങ്ക് യു. ഈ അൽത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് വഴിയൊരുക്കി തന്ന ഈശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. എൻ്റെ പേര് അസിൻ. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. അച്ഛൻ്റെ പേര് സനീഷ്, അമ്മയുടെ പേര് സെമീത. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അമ്മയുടെ കൂടെ ഞാൻ 10th പഠിക്കുമ്പോഴാണ്. അമ്മ ഉടമ്പടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അമ്മ വഴിയാണ് എനിക്ക് മാതാവിനെ പറ്റിയും ഈശോയെപ്പറ്റിയും കൂടുതൽ അറിയാൻ സാധിച്ചത്. +2 കഴിഞ്ഞ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ജർമ്മനിയിൽ പോയി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എക്സാം പാസ്സാവാനായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കൊൽക്കട്ടയിൽ വെച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. ഞാൻ പാസ്സാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഞാൻ ഫെയിലായി. അങ്ങനെ എനിക്കത് മെൻ്റലി ഭയങ്കര ഞാൻ ഡൗൺ ആയിപ്പോയി. അപ്പോഴാണ് അമ്മ പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാൻ ആ മാസം തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ എനിക്ക് 3 മൊഡ്യൂളിന് സീറ്റ് കിട്ടി. ലിസണിങ്, ഹിയറിങ്, പിന്നെ റൈറ്റിങ്ങിനാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. എക്സാം അറ്റൻഡ് ചെയ്യാൻ സമയത്ത് എനിക്ക് കൊൽക്കട്ടയിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉള്ള കാരണം എനിക്ക് പഠിക്കാൻ ഒട്ടും സാധിച്ചില്ല. ഒട്ടും തന്നെ സമയം ഉണ്ടായിരുന്നില്ല എനിക്ക് പഠിക്കാൻ. ഞാൻ എന്നിട്ട് എക്സാമിന് കയറി ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ ഹോൾ ടിക്കറ്റിൽ പുരട്ടി ഉപ്പും വിതറിയിട്ടിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. എക്സാം ഹാർഡായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ നല്ല മാർക്കോടുകൂടെ തന്നെ പാസ്സായി. ഇവിടെ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഇവിടെ എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ സ്പീക്കിങ്ങിന് എക്സാമിന് സീറ്റ് കിട്ടി. സ്പീക്കിംഗ് എനിക്ക് പൊതുവെ വളരെ ഹാർഡായിട്ടുള്ളൊരു എക്സാമാണ്. എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ല അങ്ങനെ നിന്ന് സംസാരിക്കാൻ. ഞാൻ ഫെയിലാവുമെന്ന് ഉറപ്പിച്ചിട്ട് പോയ എക്സാമായിരുന്നു അത്. ഞാൻ എക്സാമിൽ കയറി. എനിക്ക് സ്പീക്കിംഗ് എക്സാം ലാസ്റ്റത്തെ എക്സാം ആയതുകൊണ്ട് ഒരുപാട് സമയം എനിക്കുണ്ടായിരുന്നു. എനിക്ക് അവിടെ റിവൈസ് ചെയ്യാൻ കുറേ സമയം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരും അവിടെ നിന്ന് റിവൈസ് ചെയ്യായിരുന്നു, പക്ഷേ എനിക്ക് അതൊന്നും നോക്കാൻ തോന്നിയില്ല. ഞാൻ അവിടെ ഇരുന്ന് വചനങ്ങൾ വായിച്ചു, മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ ഈ പ്രസൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും, ഇങ്ങനെ ഓരോ കളറ് വഴിയും പിന്നെ മുല്ലപ്പൂവിൻ്റെ സ്മെല്ലായിട്ടൊക്കെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണിക്കണമെന്ന്. ഞാൻ വീണ്ടും ഉപ്പെല്ലാം വിതറി തൈലം പുരട്ടി ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്ക് ഒട്ടും തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എൻ്റെ ഇൻവിജിലേറ്റേഴ്സ് 2 ജർമ്മൻസ് ആയിരുന്നു. അതിൽ ഒരാളുടെ ഡ്രസ്സ് ഡാർക്ക് ബ്ലൂ കളറും ഒരാളുടെ ഗ്രീൻ കളറും ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ വളരെ കോൺഫിഡൻസോട് കൂടെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് വളരെ ഈസി ആയിരുന്നു. റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. ഇവിടെ എൻ്റെ കഴിവുകൊണ്ട് ഒരിക്കലും ഞാൻ പാസ്സാവത്തില്ലാത്ത എക്സാമാണ് സ്പീക്കിംഗ്. ഇവിടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. മാതാവിനോട് ഹൃദയം നിറഞ്ഞ 1000 നന്ദി. അത് കഴിഞ്ഞ് ഞാൻ പ്രോസസ്സിങ്ങിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പാസ്സായ കുട്ടികൾക്ക് എല്ലാവർക്കും ഇൻ്റർവ്യൂ കിട്ടി. എനിക്കും എൻ്റെ കൂടെ വേറൊരു കുട്ടിക്ക് മാത്രം ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഏജൻറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കും എൻ്റെ കൂടെയുള്ള കുട്ടിക്കും ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് കോൺട്രാക്റ്റ് തരാമെന്ന്. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഒന്നുമില്ലാതെ തന്നെ ഡയറക്റ്റ് മാതാവ് ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് തന്നു. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ഇന്നലെ എൻ്റെ വിസ അപ്രൂവ് ആയി വന്നു. ഈ മാസം 27-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഈശോയോടും മാതാവിനോടും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. എൻ്റെ അടുത്ത സാക്ഷ്യം രോഗസൗഖ്യത്തിനെക്കുറിച്ചാണ്.
കൊൽക്കട്ടയിൽ എക്സാം എഴുതി ഞാൻ തിരിച്ച് ട്രെയിനിനാണ് വന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ച് എനിക്ക് ഫുഡ് പോയ്സൺ ആയിരുന്നു. പിന്നെ അതങ്ങനെ ടൈഫോയിഡായി. പിന്നെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ബോഡിയിൽ ഒരു സിസ്റ്റ് കണ്ടു. പിന്നെ പാൻക്രിയയ്ക്കും കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഒരു മെഡിസിനും ഞാൻ എടുത്തില്ല. എൻ്റെ മെഡിസിൻ മാതാവിൻ്റെ ഉപ്പും തൈലവും തേനും ആയിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിച്ചു, തൈലം പുരട്ടി തേൻ കുടിച്ചു. 6 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ബോഡിയിൽ അങ്ങനൊരു സിസ്റ്റ് കണ്ടില്ല. എൻ്റെ പാൻക്രിയം നോർമലായി. ഈശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞങ്ങൾ പത്രം കൊടുത്തു. പള്ളിയിലും എനിക്ക് അറിയാവുന്നവർക്കെല്ലാവർക്കും പത്രം വിതരണം ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. ഈശോയോടും മാതാവിനെ പറ്റി ഞാൻ അവരോടെല്ലാം പറഞ്ഞു. കൃപാസനത്തെ പറ്റി പറഞ്ഞു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിലൊരാളിപ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മാതാവിനോടും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾക്കൊരു മെഡിക്കൽ ഷോപ്പുണ്ട്. അപ്പോൾ രോഗികൾക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്തവർക്ക് ഞങ്ങൾ മെഡിസിൻ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കഴിയുന്ന വിധം ഡൊണേഷൻ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു ട്രസ്റ്റ് ഉണ്ട്, അവിടെ ഡൊണേഷൻ കൊടുക്കാറുണ്ട്. പിന്നെ ഫുഡ് പറ്റുന്ന രീതിയിൽ ഫുഡ് ഹോസ്പിറ്റലിലേക്ക് രോഗികൾക്ക് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഹൃദയം നിറഞ്ഞ 1000 നന്ദി. എൻ്റെ പേര് സെമീത. ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ ഞങ്ങളെ വഴിയൊരുക്കുന്നതിന് 1000 നന്ദി. ഇനിയും അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ നയിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.